എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഫെബ്രുവരി മാസത്തെ കറണ്ട് അഫയേഴ്സിനെ പറ്റിയിട്ടാണ്. പാർട്ട് 4 നാലാം ഭാഗം. ഫെബ്രുവരി 16 മുതൽ 20 വരെയുള്ള കറണ്ട് അഫയേഴ്സിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ്, ഇന്ത്യസ് ഫസ്റ്റ് ഹെലികോപ്റ്റർ മെഡിക്കൽ സർവീസ്, അതായത് ഹെലികോപ്റ്റർ എമർജൻസി മെഡിക്കൽ സർവീസ് എവിടെയാണ് ആരംഭിച്ചതെന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹെലികോപ്റ്റർ എമർജൻസി മെഡിക്കൽ സർവീസ് ഇവിടെ ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ എയിംസ് ഋഷികേശിലാണെന്ന് നോക്കാം. ഓക്കെ, സോ എയിംസ് ഋഷികേശിലാണ് ഹെംസ് ഹെലികോപ്റ്റർ എമർജൻസി മെഡിക്കൽ സർവീസ് ആരംഭിച്ചതെന്ന് നോക്കാം. എയിംസ് ഋഷികേശ് ഉത്തരാഖണ്ഡിലാണെന്ന് നോക്കാം. അടുത്താണ് എന്താ സംഘം ഡിജിറ്റൽ ട്വിൻ ഇനീഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേറ്റീവ് ഇൻഫ്രാസ്ട്രക്ചർ പ്ലാനിംഗ് ലോഞ്ച്ഡ് ബൈ, അതായത് സംഗമം ട്രാൻസ്ഫോർമേറ്റീവ് ഇൻഫ്രാസ്ട്രക്ചർ പ്ലാനിങ്ങിനായി ഡിജിറ്റൽ ട്വിൻ ഇനിഷ്യേറ്റീവ് ആരംഭിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ, ഏത് ഡിപ്പാർട്ട്മെൻറ്റാണെന്ന് ചോദിച്ചാൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ആണെന്ന് നോക്കാം. ഓക്കെ, അടുത്താണ് 62nd സെഷൻ ഓഫ് ദ കമ്മീഷൻ ഫോർ സോഷ്യൽ ഡെവലപ്മെൻറ്റ്, അതായത് 62ാമത്തെ സെഷൻസ് ഫോർ ദ കമ്മീഷൻ ഓഫ് സോഷ്യൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മീഷൻ്റെ 62ാമത്തെ സെഷൻ എവിടെയാണ്, ആരാണ് അതിൻ്റെ ചെയർഡ് ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേതൃത്വം ചോദിച്ചാൽ രുചിര കമ്പോജ് ആണെന്ന് നോക്കുക. രുചിര കമ്പോജ് ആരാന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ പെർമനന്റ് റെപ്രസെൻറ്റേറ്റീവ് ആണ് യൂണിത്തെ എന്ന് ഓർക്കുക. അടുത്താണ് ദ ജ്യോതിസ്വർ അനുഭവ് കേന്ദ്ര മ്യൂസിയം എവിടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതാണെന്ന് നോക്കുക. ഇത് ഇനോഗ്രേറ്റ് ചെയ്തത് നരേന്ദ്രമോദിയാണ്. അത് ഇനോഗ്രേറ്റ് അതായത് ഹരിയാനയിലാണെന്ന് നോക്കുക. കുരുക്ഷേത്ര ഹരിയാനയിലാണ് ഇത് എസ്റ്റാബ്ലിഷ്, അതായത് ഈ മ്യൂസിയത്തിന് വേണ്ടിയിട്ടുള്ള ആകെ ചെലവ് എത്രയാണെന്ന് ചോദിച്ചാൽ 250 കോടി രൂപയാണെന്ന് നോക്കുക. പിന്നെ ഈ ജ്യോതിസ്വർ അനുഭവ് കേന്ദ്ര മ്യൂസിയം ഏതിൻ്റെ മാതൃകയിലാണെന്ന് വെച്ചാൽ അത് മഹാഭാരതിയിൽ നിന്നും എടുത്തതാണ്. അതിൻ്റെ മാതൃകയിലാണ് ഈ ജ്യോതിസ്വർ അനുഭവ് കേന്ദ്ര മ്യൂസിയം സ്ഥാപിച്ചതെന്ന് നോക്കുക. ഈ ചിത്രത്തിൽ കാണുന്നതാണ്, അത് ഹരിയാനയിലാണ് നോക്കുക. 240 കോടി രൂപയാണ് ഇതിന് ചെലവ് വന്നതും ഇനോഗ്രേറ്റ് ചെയ്തത് നരേന്ദ്രമോദിയാണെന്നും കൂടി നോക്കി വെക്കാം. അടുത്താണ് 125 125 ഫുഡ് സ്റ്റാച്യു ഓഫ് ബിർ ലച്ചിത് ബോർഫുക്കൻ ഇൻ ആസാം. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. അതായത് 125 അടി ഉയരമുള്ള ബിർ ലച്ചിത് ബുക്കൻ്റെ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്ത് എവിടെയാണെന്ന് ചോദിച്ചാൽ ആസാമിലാണ്. ആസാമിലെ എവിടെയാണെന്ന് ചോദിച്ചാൽ ലാൽദോഗർ അല്ലെങ്കിൽ ഹൊലാങ്പൂർ ജോർഹട്ടിലാണ് നോക്കുക. ഇത് ആസാമിലാണ്. ആസാമിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ലാൽദോഗർ, അതേപോലെ തന്നെ ഹൊലാങ്പൂർ ജോർഹട്ടിലാണ് നോക്കുക. ഇത് അൺവെയിൽ ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദിയാണ് നോക്കുക. അതേപോലെ തന്നെ ഈ ബിർ ലച്ചിത് ബോർഫുക്കൻ ആരെന്ന് ചോദിച്ചാൽ 1967 ബാറ്റിൽ ഓഫ് സറയിൽ നേതൃത്വം കൊടുത്ത വ്യക്തിയാണെന്നും കൂടി നോക്കുക. അടുത്താണ് ആദി മഹോത്സവ് നാഷണൽ ട്രൈബൽ ഫെസ്റ്റിവൽ, അതായത് ആദി മഹോത്സവ് എന്ന് പറഞ്ഞ നാഷണൽ ട്രൈബൽ ഫെസ്റ്റിവൽ എവിടെ വെച്ചാണ് നടന്നതെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയാണെന്ന് നോക്കുക. അത് നേതൃത്വം കൊടുത്തത് ട്രൈഫെഡ് ആണെന്നും കൂടി ഓർക്കുക. ഇത് ഒരു 9 ദിവസത്തെ ഫെസ്റ്റിവൽ ആണെന്നും കൂടി നോക്കുക. സോ ആദി മഹോത്സവ് ഒരു നാഷണൽ ട്രൈബൽ ഫെസ്റ്റിവലാണ്, ന്യൂഡൽഹിയിൽ വെച്ച് നടത്തി. ട്രൈഫെഡാണ് അതിന് നേതൃത്വം കൊടുത്തത്, സംഘടിപ്പിച്ചത്. 9 ദിവസത്തെ ഒരു ഫെസ്റ്റിവലും കൂടിയാണെന്ന് നോക്കി വെക്കുക. അടുത്താണ് സാഗർ ആങ്കലൻ ഗൈഡ് ലൈൻസ് എന്താണെന്നാണ്. അതായത് സാഗർ ആങ്കലൻ മാർഗനിർദ്ദേശം എന്ന് പറഞ്ഞാൽ, അതായത് ഇന്ത്യൻ തുറമുഖങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും അതേപോലെ തന്നെ മത്സരശേഷി കോമ്പറ്റീവ്നെസ് ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ സാഗർ ആങ്കലൻ ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞ ഒരു പദ്ധതി കൊണ്ടുവന്നതായിരിക്കും. അതായത് ഇന്ത്യൻ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെന്ന് നോക്കുക. അതിൻ്റെ കാര്യക്ഷമത എഫിഷ്യൻസി കൂട്ടാനും വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണെന്ന് നോക്കുക, സാഗർ ആങ്കലൻ. അടുത്താണ് ലോകത്തിലത്തെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ ഏത് രാജ്യമാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ അടുത്ത് വന്നതാണ്. അതായത് ജപ്പാനെ ഓവർടേക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ മറികടന്നിട്ട് ജർമ്മനി 3ാം സ്ഥാനത്ത് എത്തി നോക്കുക. ഓക്കെ, ജപ്പാൻ 4ാം സ്ഥാനം. അതേപോലെ തന്നെ ഈ ജർമ്മനീനെ പറ്റിയിട്ട് നമുക്ക് നോക്കിയാൽ, അതായത് റഷ്യ കഴിഞ്ഞ യൂറോപ്പിലെ 2ാമത്തെ വലിയ രാജ്യമാണ്.
ജനസംഖ്യയുള്ള. ഓക്കെ, റഷ്യ ഏറ്റവും ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യം ഏത്? ഈ ജർമ്മനി. അപ്പോൾ ആദ്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്ന് ജർമ്മനിയാണ്, നോക്കാം ജപ്പാനാണ്. ഇനി ഈ ജർമ്മനിയിലെ ആകെ ജനസംഖ്യ എത്രയെന്ന് ചോദിച്ചാൽ 8.1 കോടി ജനങ്ങളാണ് ജർമ്മനിയിലുള്ളത്. അതിന് ചാൻസലർ, അതായത് മറ്റേ രാജ്യത്തെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന പോലെ ജർമ്മനിയുടെ ചാൻസലറാണ്. അതിൻ്റെ ചാൻസലർ ആരാന്ന് ചോദിച്ചാൽ ഒലാഫ് സ്കോൾസ് ആണെന്നും കൂടി നോക്കി വെക്കുക. സോ ലോക സമ്പദ് വ്യവസ്ഥയിൽ മൂന്നാമത്തെ വലിയ രാജ്യം ജർമ്മനി, 4 ജപ്പാൻ. ജർമ്മനിയിലാണെങ്കിലോ 8.3 കോടി ജനങ്ങളുണ്ട്. യൂറോപ്പിലെ രണ്ടാമത്തെ വലിയ ജനസംഖ്യയുള്ള രാജ്യമാണ്. അതിൻ്റെ ചാൻസലർ ആരാന്ന് ചോദിച്ചാൽ ഒലാഫ് സ്കോൾസ് ആണെന്നും കൂടി നോക്കുക. അടുത്താണ് സ്വവർഗ വിവാഹവും മാതാപിതാക്കളുടെ തുല്യ അവകാശം നിയമവിധേയമാക്കുന്ന ആദ്യ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ ഗ്രീസ് ആണെന്ന് നോക്കാം. ഓക്കെ, ആദ്യ രാജ്യമല്ല, അതിനു മുമ്പും ഉണ്ട്. എന്നാൽ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലെ ഈ നിയമം, അതായത് തുല്യ അവകാശം ഇതും ആക്കുന്ന ആദ്യ രാജ്യമാണ് ഗ്രീസ്. നമുക്ക് നോക്കിയാൽ ഗ്രീസ് ആയിട്ട് വരുന്നത് നമുക്കറിയാം. തന്നെ യൂറോ ആണ് അതിൻ്റെ കറൻസി. പിന്നെ ഇതൊരു ബാൽക്കൻ രാജ്യമാണ്. അതേപോലെ തന്നെ നമുക്കറിയാം പാശ്ചാത്യ നാഗരികതയുടെ ഈ ഗ്രീസ് അറിയപ്പെടുന്നത്. ഈ ഗ്രീസിന്റെ പ്രസിഡന്റ് ആരാന്ന് വെച്ചാൽ കാത്തറിൻ സക്കോപെർലോ ആണെന്ന് നോക്കുക. പ്രൈം മിനിസ്റ്റർ ആരാന്ന് നോക്കിയാൽ കിരിയാക്കോസ് മിറ്റ്സോക്കാറ്റിസ് ആണെന്ന് നോക്കുക. അതിൻ്റെ പോപ്പുലേഷൻ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 1 കോടിയാണ്. ഗ്രീക്ക് ഭാഷയാണ് ഗ്രീസിലത്തേതും കൂടി നോക്കുക. ഏതൻസ് ആണ് ക്യാപിറ്റൽ. യൂറോ ആണ് കറൻസി. ബാൽക്കൻ രാജ്യമാണ്. പാശ്ചാത്യ നാഗരികത കാലത്തൊട്ടിൽ നിന്ന് അറിയപ്പെടുന്നു. പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ കാത്തറീന സാക്കൽപെല്ലോ എന്ന് നോക്കുക. കാത്തറീന എന്ന പേര് മാത്രം ഓർത്ത് വെക്കാൻ നോക്കുക. പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ കിരിയാക്കോസ് മിറ്റ്സോക്കാറ്റിസ് ആണെന്ന് നോക്കുക. പോപ്പുലേഷൻ 1 കോടി ഉണ്ട്. അതുപോലെ തന്നെ ലാംഗ്വേജ് ഏതാണെന്ന് ചോദിച്ചാൽ ഗ്രീക്കാണ്. ഈ മാപ്പിൽ നമുക്ക് നോക്കിയാൽ കാണാം, ഇതാ ഗ്രീസ്. ഇതാ ഈ കാണുന്നതാണ് മെഡിറ്ററേനിയൻ സീൻ്റെ തീരത്തുള്ള രാജ്യങ്ങളാണ് ഈ ഗ്രീസ്. അതുപോലെ തന്നെ എന്താ തുർക്കി, ഇതാ ഈ കാണുന്നതൊക്കെ തുർക്കിയാണ്. ഇത് അതിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഇസ്താംബുൾ, അതിൻ്റെ ബൾഗേറിയ, തുനീഷ്യ, ഇതാ ഈ ഭാഗത്ത് കാണാം, സൈപ്രസ്. എന്താ ഇതൊക്കെ ഈ മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്ന രാജ്യങ്ങളാണെന്നും കൂടി ഒന്ന് നോക്കുക. അതിൻ്റെ തൊട്ടടുത്താണ് എന്താ ഇറ്റലി. ഓക്കെ, ഇത് ഓർത്തിരിക്കാന്ന് മാത്രം, അല്ലാണ്ട് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. അടുത്താണ് 60th സെക്യൂരിറ്റി കോൺഫറൻസ് എവിടെയാണ് നടത്തിയെന്ന് ചോദിച്ചാൽ ജർമ്മനിയിലാണ് നോക്കുക. മ്യൂണിച്ച് സെക്യൂരിറ്റി കോൺഫറൻസ് എന്ന് തന്നെ പേര് തന്നെ നമുക്ക് കിട്ടും. എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ ജർമ്മനിയിൽ വെച്ചിട്ടാണ് നടത്തിയത്. നമ്മുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി എസ് ജയശങ്കറാണ് ഇതിൽ പങ്കെടുത്തത്. അടുത്താണ് സോമിൻസായ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ്. അതായത് ഈ സോമിൻസായ് ഫെസ്റ്റിവൽ എവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് ചോദ്യം. സോ ആൻസർ ജപ്പാനിൽ വെച്ച് നടക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ഈ സോംസായ് ഫെസ്റ്റിവൽ എന്ന് പറയുക. ഇതൊരു 1000 വർഷം പഴക്കമുള്ള ഒരു ഫെസ്റ്റിവലാണ് ഈ സോംസായ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ. ഇനി ജപ്പാനെ പറ്റി നമുക്ക് നോക്കാം. ജപ്പാൻ്റെ പ്രൈം മിനിസ്റ്റർ നമുക്കറിയാം ഫ്യൂമിയോ കിഷിദയാണെന്ന് നോക്കാം. അതേപോലെ തന്നെ ക്യാപിറ്റൽ ടോക്കിയോ ആണെന്ന് നോക്കാം. പോപ്പുലേഷൻ 12.5 കോടി ഉണ്ട്. അത് പഴയ പേരൊന്ന് എന്താണെന്ന് ചോദിച്ചാൽ നിപ്പോൺ, അതേപോലെ തന്നെ നിഹോൺ ആണെന്നും കൂടി നോക്കുക. സോ സോംസായ് ഫെസ്റ്റിവൽ ജപ്പാനിലാണ്, 1000 വർഷം പഴക്കമുള്ളതാണ്. അതിൻ്റെ പ്രൈം മിനിസ്റ്റർ ആരാന്ന് ചോദിച്ചാൽ ഫ്യൂമിയോ കിഷിദയാന്ന് നോക്കുക. 12.5 കോടി ജനങ്ങളുണ്ട്. ടോക്കിയോ ആണ് തലസ്ഥാനം. പഴയ പേരെന്താന്ന് ചോദിച്ചാൽ നിപ്പോൺ, അതേപോലെ തന്നെ നിഹോൺ ആണ് കൂടി. ഈ ചിത്രത്തിൽ നമുക്ക് നോക്കിയാൽ കാണാം, ഈ ഇങ്ങനെ വാല് പോലെ കിടക്കുന്നതാണ് ഈ ജപ്പാൻ. ഓക്കെ, ഏറ്റവും കൂടുതൽ ഭൂകമ്പങ്ങൾ റിംഗ് ഓഫ് ഫയർ പസഫിക്കിലാണ്. അപ്പോൾ ഈ തീരത്ത് കിടക്കുന്നതാണ് ജപ്പാൻ. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ എർത്ത് വേക്ക് അനുഭവപ്പെടുന്നത് ജപ്പാൻ ഭാഗത്തായതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്നതാണ് ഈ കാണുന്നതാണ് നോർത്ത് കൊറിയ, അതേപോലെ തന്നെ ഇതാണ് ഈ സൗത്ത് കൊറിയ. ഓക്കെ, ഈ ചിത്രത്തിൽ നമുക്ക് നോക്കിയാൽ കാണാം. താഴത്തെ കണ്ട ഈ കാണുന്നതാണ് നോർത്ത് കൊറിയ, അതേപോലെ തന്നെ ഈ കാണുന്നതാണ് സൗത്ത് കൊറിയ.
ഈ സൗത്ത് കൊറിയയായിട്ട് അടുത്ത് വരുന്നു. അതിർത്തിയില്ല, എന്നാൽ കടൽ അതിർത്തി മാത്രമാണ്. ഈ കാണുന്നതാണ് ജപ്പാൻ. ഓക്കെ, അടുത്താണ് യു തിരോത് സിംഗ് സിയാം ബസ്റ്റ് അൺവീൽഡ് അറ്റ്. അതായത് യു തിരോത് സിയാം ബസ്റ്റ് എവിടെയാണ് അനാച്ഛേദനം ചെയ്തതെന്നാണ് സ്റ്റാച്യു. അത് ഇന്ദിരാഗാന്ധി കൾച്ചറൽ സെൻറ്ററിലാണെന്ന് നോക്കാം, ധാക്കയിലാണെന്നും കൂടി നോക്കാം. ഇന്ദിരാഗാന്ധി കൾച്ചറൽ സെൻറ്റർ ധാക്കയിലാണ് യു തിങ് സിയാം ബസ്റ്റ് അൺവീൽഡ് ചെയ്തതെന്ന് നോക്കാം. ഈ ചിത്രത്തിൽ നമുക്ക് കാണാം ബംഗ്ലാദേശ്. ഈ കാണുന്നതാണ് ബംഗ്ലാദേശ്. കണ്ടോ, ഈ കാണുന്ന ബംഗ്ലാദേശ് ആയിട്ട് വരുന്നത്. വെസ്റ്റ് ബംഗാൾ, അതുപോലെ തന്നെ ആസാം, പിന്നെ മേഘാലയ, അതുപോലെ തന്നെ ത്രിപുര. ഇതൊക്കെ ഈ ബംഗ്ലാദേശായിട്ട് അതിർത്തി പങ്കിടുന്ന കുറച്ച് സംസ്ഥാനങ്ങളാണ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ബംഗ്ലാദേശിനെ കുറിച്ചൊന്ന് നോക്കാം. അതിൻ്റെ തലസ്ഥാനം ഈ പറഞ്ഞ പോലെ ധാക്കയാണെന്ന് നോക്കാം. കറൻസി ധാക്കയാണ്. ഒഫീഷ്യൽ ഭാഷ ബംഗാളി. ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഈ വെസ്റ്റ് ബംഗാൾ ആയിട്ട് മുമ്പ് ബംഗാളായിരുന്നു ഇത്. വെസ്റ്റ് ബംഗാൾ നമുക്കറിയാം, നമ്മുടെ ഇപ്പോൾ ഉള്ള ബംഗാൾ. അതേപോലെ തന്നെ ഇത് ഈ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ പഴയ ബംഗാളായിരുന്നു. അത് പിന്നെ സെപ്പറേറ്റ് ചെയ്ത് പോയിട്ട് ബംഗ്ലാദേശായി മാറിയതാണ്. അപ്പോൾ ഇതും മുമ്പ് ബംഗാളി ഭാഷ തന്നെയായിരുന്നു ഇവിടെ ഉപയോഗിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. അതേപോലെ തന്നെ പോപ്പുലേഷൻ എത്ര 16 കോടി ഉണ്ട്. അതായത് 17 കോടിയോളം ഇപ്പോൾ ഉണ്ട്. പിന്നെ പ്രൈം മിനിസ്റ്റർ ആരാന്ന് ചോദിച്ചാൽ ഷെയ്ഖ് ഹസീനയാണെന്ന്. പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ. ഇത് രണ്ടും മറ്റുള്ളത് നോക്കിയില്ലെങ്കിലും. സോ കറൻസി ധാക്കയാണ്, ക്യാപിറ്റൽ ധാക്ക, ബംഗാളി ഭാഷയാണ്, 16 കോടി ജനസംഖ്യയുണ്ട്. ഷെയ്ഖ് ഹസീനയാണ് പ്രൈം മിനിസ്റ്റർ, മുഹമ്മദ് ഷഹാബുദ്ദീനാണ് അവിടുത്തെ പ്രസിഡന്റ് എന്ന് നോക്കാം. അടുത്താണ് ദ ഫൗണ്ടേഷൻ സ്റ്റോൺ ഓഫ് ഭാരത് മാർട്ട് എവിടെയാണ് ചെയ്തതെന്നാണ്. ദുബായിലാണെന്ന് നോക്കാം. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയും അതേപോലെ തന്നെ UAE വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ബിൻ റഷീദ് അൽ മുക്തം കൂടിയാണ് ചെയ്തതെന്ന് കൂടി നോക്കാം. ദുബായിലാണ് നോക്കാം. ഓക്കെ, സോ ഭാരത് സ്റ്റോണിൻ്റെ തറക്കല്ലിട്ടത് ദുബായിലാണ് നരേന്ദ്രമോദിയും അതേപോലെ തന്നെ UAEൻ്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള മുഹമ്മദ് ബിൻ റഷീദ് അൽ മുക്തമാണ് കൂടി നോക്കാം. അടുത്താണ് ഇൻ്റർനാഷണൽ സോളാർ അലയൻസ്. ഇൻ്റർനാഷണൽ സോളാർ അലയൻസിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ മൊത്തം 119 മെമ്പർമാരുണ്ട്. അതിലത്തെ 119ാമത്തെ മെമ്പറാണ് ഈ മാൾട്ട. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഈ നരേന്ദ്രമോദിയും അതായത് ഇന്ത്യയും അതേപോലെ തന്നെ ഫ്രാൻസും ചേർന്നിട്ടാണ് ഈ ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് സ്ഥാപിച്ചത്. 2015 നവംബർ 30-നാണ് കൂടി നോക്കാം. ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ RK സിംഗ് ആണ് നോക്കാം. ഇതിൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ സോളാർ ഉപയോഗം കൂടുക, എനർജീൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുക എന്നാണ്. ഇതിൻ്റെ 6ാമത്തെ അസംബ്ലി മീറ്റിംഗ് എവിടെ വെച്ചാൽ നടത്തുന്നത് വെച്ചാൽ ന്യൂഡൽഹിയിലാണ്. 2023-ലാണ് കൂടി, നവംബർ 2-ാം തീയതി. ഓക്കെ, സോ ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് 2015 നവംബർ 30-നാണ് എസ്റ്റാബ്ലിഷ് ചെയ്ത് നോക്കാം. 119ാമത്തെ മെമ്പറാണ് മാൾട്ട. ഫ്രാങ്കോയിസ് ഹോളൻഡും കൂടി എസ്റ്റാബ്ലിഷ് ചെയ്തു. പ്രസിഡന്റ് എന്ന് പറയുന്ന RK സിംഗ് ആണ് ഇപ്പോഴത്തെ. അതേപോലെ തന്നെ 6ാമത്തെ അസംബ്ലി എവിടെ വെച്ചാൽ നടത്തിയെന്ന് വെച്ചാൽ ന്യൂഡൽഹിയിലാണ്. 2023 നവംബർ 2-നാണ് കൂടി ഓർക്കുക. അടുത്താണ് ബോയിങ് ഡെവലപ്മെൻറ്റ് ഇന്ത്യ മാനേജിംഗ് ഡയറക്ടർ. അതായത് ഇത് പുതിയ അപ്പോയിൻമെൻ്റ് ആണ്. ബോയിങ് ഡെവലപ്മെൻറ്റ് ഇന്ത്യൻ്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ ആരാന്ന് ചോദിച്ചാൽ നിഖിൽ ജോഷിയാണെന്നും കൂടി നോക്കാം. അടുത്താണ് ICJൻ്റെ ന്യൂ പ്രസിഡന്റ്. ICJ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. അതിൻ്റെ പുതിയ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ നവാഫ് സലാമാണെന്ന് നോക്കാം. ലെബനൻകാരനാണെന്ന് കൂടി നോക്കാം. അടുത്ത ICJ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് തലസ്ഥാനം ഹാഗ് ആണ്. ഓക്കെ, 1945 ജൂൺ 26-ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കുക. ഇതിനെ വേൾഡ് കോർട്ട് എന്നും കൂടി അറിയപ്പെടുന്നു. 15 ജഡ്ജിമാർ ഇതിലുണ്ട്. ജഡ്ജിമാരുടെ കാലാവധി എന്ന് പറയുന്നത് 9 വർഷമാണെന്നും കൂടി നോക്കാം. സോ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് 1945 ജൂൺ 26-ന് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഹാഗിലാണ്. വേൾഡ് കോർട്ട് എന്ന് അറിയപ്പെടുന്നു. 15 ജഡ്ജിമാരുണ്ട്. 9 കൊല്ലാണ് ഇവരുടെ ടെനറും. അടുത്താണ് പഞ്ചാബ് സ്റ്റേറ്റ് ഐക്കൺ ഫോർ ലോക്സഭ പോൾ. ലോക്സഭ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള പഞ്ചാബിലെ സ്റ്റേറ്റ് ഐക്കൺ ആരാണെന്ന് ചോദിച്ചാൽ ശുഭ്മാൻ ഗില്ലാണെന്ന് നോക്കാം. ഇന്ത്യൻ ക്രിക്കറ്ററാണ് നോക്കാം. പഞ്ചാബിനെ പറ്റി നോക്കാം. ഇതിൻ്റെ ക്യാപിറ്റൽ എന്താണെന്ന് ചോദിച്ചാൽ ചണ്ഡീഗഡാണ്. അതേപോലെ തന്നെ പഞ്ചാബിൻ്റെ മാത്രമല്ല ഹരിയാനേൻ്റെയും തലസ്ഥാനമാണ് ഈ ചണ്ഡീഗഡ്. അതേപോലെ തന്നെ ചീഫ് മിനിസ്റ്റർ ആരാന്ന് ചോദിച്ചാൽ
കഴിഞ്ഞാൽ മാനാണ് നോക്കുക. പിന്നെ ഗവർണർ എന്ന് ചോദിച്ചാൽ ബൻവാരിലാൽ പുരോഹിതാണെന്ന് നോക്കുക. അതുപോലെ തന്നെ ബേർഡ് ഏതാണെന്ന് ചോദിച്ചാൽ നോർത്തേൺ ഗോഷാക്ക് ആണെന്ന് നോക്കുക. പിന്നെ ഫ്ലവർ ഗ്ലാഡിയോളസ് ആണ് കൂടി നോക്കുക. സോ പഞ്ചാബിൻ്റെ ക്യാപിറ്റൽ എന്ന് ചോദിച്ചാൽ ചണ്ഡീഗഡാണ്. ചീഫ് മിനിസ്റ്റർ ഭഗവന്ത് മാനാണ്. ഗവർണർ ബൻവാരിലാൽ പുരോഹിത്. ബേർഡ് നോർത്തേൺ ഗോഷാക്ക്. ഫ്ലവർ ഗ്ലാഡിയോലസ്. അടുത്താണ് 2024 വേൾഡ് ചാമ്പ്യൻഷിപ്പ് എവിടെ വെച്ചാൽ നടത്തിയെന്ന് ചോദിച്ചാൽ ദോഹയിലെ നോക്കുക. ഓക്കെ, ദോഹയിൽ വെച്ച് നടന്നു. ഇതിൽ പ്രസക്തി പറഞ്ഞില്ല. 100 വയസ്സ് പ്രായമുള്ള ഒരു മുൻ വിദഗ്ധൻ ഇതിൽ പങ്കെടുത്തു. അയാളുടെ പേരാണ് തഗി അസ്കരി. തഗികാരനാണ്. 2024 വേൾഡ് ചാമ്പ്യൻഷിപ്പ് എവിടെയാണ്? വയസ്സ് പ്രായമുള്ള ഇറാൻ മുങ്ങൽ വിദഗ്ധൻ ആയുള്ള തഗി അസ്കരി ഇതിൽ ഡൈവിംഗ് വിഭാഗത്തിൽ പങ്കെടുത്തു. അടുത്താണ് ഫിഫ റാങ്കിങ്ങിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ലേറ്റസ്റ്റ് ഫിഫ റാങ്കിങ് ആണ്. അതിൽ 1-ാം സ്ഥാനം അർജന്റീനയാണ്, എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ. 2-ാം സ്ഥാനം വരുന്നത് ഫ്രാൻസ് ആണ്. 3 ഇംഗ്ലണ്ട്. ഇനി ഇന്ത്യൻ്റെ സ്ഥാനം, അതായത് ആണുങ്ങളുടെ ആണെങ്കിൽ 117-ാം സ്ഥാനമാണെന്നും കൂടി നോക്കാം. സോ ആണുങ്ങളുടെ 1 അർജന്റീന, 2 ഫ്രാൻസ്, 3 ഇംഗ്ലണ്ട്, ഇന്ത്യ 115. ഇനി പെണ്ണുങ്ങളുടെ വിഭാഗമാണെങ്കിൽ സ്പെയിന്, 2 US, 3 ഫ്രാൻസ്. ഇന്ത്യ 65-ാം സ്ഥാനമാണെന്ന് നോക്കാം. അപ്പോൾ 1 സ്പെയിന്, 2 US, 3 ഫ്രാൻസ്, ഇന്ത്യ 65-ാം സ്ഥാനമാണെന്ന് നോക്കാം. ഈ ഫിഫേൻ്റെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ജിയാനി ഇൻഫെൻറ്റിനോ ആണ് നോക്കുക. ഇത് 9ാമത്തെ പ്രസിഡന്റാണ്. സെക്രട്ടറി ജനറൽ ആരാന്ന് ചോദിച്ചാൽ ഫാത്മ സമൂറയാണെന്ന് കൂടി നോക്കുക. ആദ്യത്തെ വനിതാ സെക്രട്ടറി ജനറൽ ആണെന്നും കൂടി നോക്കുക. ഓക്കെ, ഫസ്റ്റ് വുമൺ സെക്രട്ടറി ജനറലാണ്. ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ സൂറിച്ചാണ്. ഇതിൻ്റെ ആദ്യത്തെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ പാരീസിലായിരുന്നു. പിന്നീട് 1904 മെയ് 21-നാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. 211 മെമ്പർമാരുണ്ട്. അതുപോലെ 6 കോൺഫെഡറേഷനും ഉണ്ട്. 6 കോൺഫെഡറേഷൻ എന്ന് വെച്ചാൽ ഓരോ കോണ്ടിനെന്റും ഓരോ അസോസിയേഷൻ എന്ന നിലയ്ക്ക് വരുന്നുണ്ട്. പിന്നെ ഈ ഫിഫ, ഇതാണ് ഫിഫേൻ്റെ, ഈ കാണുന്നതാണ് ഫിഫേൻ്റെ ഫ്ലാഗ്. 5 എന്ന അടുത്താണ് ടെസ്റ്റ് ബോളിങ്ങിൽ 500 വിക്കറ്റ് നേടിയവരെ പറ്റിയിട്ടാണ് പറയുന്നത്. 1 അനിൽ കുംബ്ലെയാണ് 619. 2 രവിചന്ദ്ര അശ്വിൻ 500 വിക്കറ്റ് നേടിയിട്ടുണ്ട്. സോ 1 അനിൽ കുംബ്ലെ 619, പിന്നെ രവിചന്ദ്ര അശ്വിൻ 500. അടുത്താണ് ഒത്തുകളി നടത്തിയതിന് 17 വർഷത്തിലേറെയായി UK ക്രിക്കറ്റ് താരത്തെ ICC വിലക്കിയിട്ട്. 17 വർഷത്തേക്ക് UK ക്രിക്കറ്റ്, അതായത് ഇംഗ്ലണ്ടിലെ പേരാണ്. അടുത്താണ് ബാഡ്മിൻ്റൺ ഏഷ്യ ടീം ചാമ്പ്യൻഷിപ്പ് 2024. ഇതൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നു. ബാഡ്മിൻ്റൺ ഏഷ്യ ടീം ചാമ്പ്യൻഷിപ്പ് ഇന്ത്യക്ക് വേണ്ടി തായ്ലാൻഡിനെ പരാജയപ്പെടുത്തിയിരുന്നു നോക്കാം. അടുത്താണ് മോസ്റ്റ് പവർഫുൾ കൺട്രി ഇൻ ദ വേൾഡ് 2024. 1 US ആണ്, $27 ട്രില്യൺ ആണുള്ളത്. 2 ചൈന, $1 ട്രില്യൺ. 3 റഷ്യ. ഓക്കെ, സോ 1 US, 2 ചൈന, 3ാമത്തെ റഷ്യ. 27 US-ന് $27 ട്രില്യൺ, ചൈനയ്ക്ക് 17, റഷ്യ 3ാം സ്ഥാനം. അടുത്ത തന്നെ ബിഗ്ഗസ്റ്റ് എയർഫോഴ്സ് സ്റ്റേഷൻ ഇൻ ഏഷ്യ 2024. ഏറ്റവും വലിയ എയർഫോഴ്സ് ഏഷ്യയിലത്തെ എവിടെയാണെന്ന് ചോദിച്ചാൽ 1ാം സ്ഥാനം എന്താണ്? ഇന്ത്യൻ്റെ ആണ്. ഇന്ത്യൻ്റെ ഹിൻഡൻ എയർഫോഴ്സ് സ്റ്റേഷൻ ആണെന്ന് നോക്കുക. ഓക്കെ, ഇത് പ്രധാനമാണ്. ഇന്ത്യൻ എയർഫോഴ്സ് സ്റ്റേഷൻ ഇന്ത്യ. 2 ദുയോൻ ചൈനയാണ്, പിന്നെ ഗദ്ദാർ പാകിസ്ഥാൻ്റെ. സോ 1 ഹിൻഡൻ ഇന്ത്യൻ്റെ, പിന്നെ ഡുയൻ ചൈനേൻ്റെ, 3 ഗദ്ദാർ പാകിസ്ഥാൻ്റെ. അടുത്താണ് റിസർച്ച് സെൻറ്റേഴ്സ് ഇൻ അഹമ്മദാബാദ്. അഹമ്മദാബാദിൽ ISROൻ്റെ കുറച്ച് റിസർച്ച് സെൻറ്റേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്റർ, 2 ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി, അതേപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ആൻഡ് ഏഷ്യൻ കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ് ഡെക്കു. സോ സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്റർ, അതുപോലെ തന്നെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി, 3 ഡെവലപ്മെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷണൽ കമ്മ്യൂണിക്കേഷൻ സെൻറ്റർ. ഇത് 3 അഹമ്മദാബാദിലാണ് നോക്കുക. അടുത്താണ് ലോകത്തെ ഏറ്റവും ചൂടേറിയ സ്ഥലങ്ങൾ ഏതാണെന്നാണ്. അതിൽ 1ാമത്തെ ഫർണസ് ക്രീക്കാണ്. ഇത് അമേരിക്കയിലാണ് നോക്കുക. US-ൽ 57.6 ഡിഗ്രിയാണ് അവിടുത്തെ ചൂട്. 2 ഡല്ലാൾ എത്യോപ്യയാണ്, 3 കിബില്ലി ട്യൂണീഷ്യ. സോ 1ാമത്തെ ഏറ്റവും ലോകത്തെ ചൂടേറിയ സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫർണസ് ക്രീക്കാണ്. 56 US-ലാണ്, എത്യോപ്യയിലാണ്, ഡല്ലാമത്തെ ട്യൂണീഷ്യ.
അടുത്താണ് വേൾഡ് പൾസസ് ഡേ എന്നാണ് ചോദിച്ചാൽ ഫെബ്രുവരി 10 നോക്കുക. അതേപോലെ തന്നെ